ഹൈസ്കൂൾ മുതൽ അവർ ഒന്നിച്ചാണ് പഠിച്ചിരുന്നത്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേറിട്ട സ്വഭാവമായിരുന്നു അവർക്ക്. മിന്നു, പൊന്നു, ദിയ, നിയ, ഹാഷി, നെജി, ഫെമി ഇവരായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാർ. ജീവിതത്തിൽ ഒരിക്കലും പിരിയുകയും ചതിക്കുകയുമില്ലെന്ന് അവർ ശപഥം ചെയ്തിരുന്നു. ഒരു ബുധനാഴ്ച ബയോളജി ടീച്ചർ ക്ലാസ് എടുത്തത് അവരെ ആകർഷിച്ചു. മിന്നുവിനും പൊന്നുവിനും ചെറുപ്പം മുതൽക്കുള്ള ആഗ്രഹമായിരുന്നു ഒരു പീഡിയാട്രിക്സ് ഡോക്ടർ ആകണമെന്ന്. ഈ ആഗ്രഹം അവർ മറ്റുള്ളവരോടും പറഞ്ഞു. ഇവർ 7 പേർക്കും ഒരാഗ്രഹമാണ്, അതായത് പീഡിയാട്രിക്സ് ആകണമെന്ന് അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത്. അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. കാലങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടി. പക്ഷെ അവർ ബന്ധം നിലനിർത്തിയിരുന്നു. കാണുന്നത് അപ്പോഴായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളും പങ്കിട്ടു. അപ്പോഴാണ് മിന്നു അവരുടെ പഴയ ആഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചത്. എല്ലാവരും സന്തോഷമായാണ് ഉത്തരം പറഞ്ഞത്. അതിനർത്ഥം അവർ എല്ലാവരും ഡോക്ടർമാരായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവരെല്ലാവരും വേറെ വേറെ വിഭാഗത്തിന്റെ ഡോക്ടർമാരായിരുന്നു. അതായത് മിന്നു പീഡിയാട്രിക്സ്, ദിയ കാർഡിയോളജിസ്റ്റ്. എന്നാലും അറിവ് പകർന്നും കളിയാക്കിയും അതിൽ സന്തോഷം കണ്ടെത്തി. പെട്ടെന്ന് നിയ അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞു. ബീഹാറിൽ പുഴയും മലയും കടന്ന് ഒരു നിഗൂഢമായ കാടുണ്ട്. അവിടെ കുറച്ചാളുകൾ താമസിക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല. അതുകാരണം അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയാലോ? ഫെമി, നിനക്ക് ഈ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? നിയ, അത് ഞാൻ മൊബൈലിൽ നിന്ന് കണ്ടതാ. ഹാഷി, മൊബൈലിൽ നിന്ന് കണ്ടെന്ന് വെച്ച് ഇതൊക്കെ ഉള്ളതാണോ? നെജി, എന്നാലും കുറച്ചു പേരുടെ ജീവൻ രക്ഷിക്കാനല്ലേ, നമുക്ക് പോയാലോ? ദിയ, വീട്ടുകാർ സമ്മതിക്കുമോ? മിന്നു, എല്ലാവരും ഒരു നല്ല തീരുമാനമെടുത്ത് ഗ്രൂപ്പിലയക്കും. പൊന്നു, നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും റെഡിയാ. ഹാഷി, പോകാനുള്ള വഴി അറിയാമോ? നിയ, നേരെ ബീഹാറിൽ ചെന്നിറങ്ങുക, ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഫെമി, ഹലോ, ഞാൻ റെഡിയാണ്. മിന്നു, ഹായ്, ഞാനും റെഡിയാ. പൊന്നു, ഉമ്മാനെ കൊണ്ട് എങ്ങനെയോ സമ്മതിപ്പിച്ചു, ഞാൻ റെഡി. ഹാഷി ആൻഡ് നെജി, ഞങ്ങളും റെഡി. നിയ, എന്നാ പോവല്ലേ? അല്ല, ദിയ എവിടെ? ദിയ, ഉമ്മ സമ്മതിക്കുന്നില്ല. നിയ, ഉമ്മാന്റെ കയ്യിൽ മൊബൈൽ കൊടുക്ക്, ഞാൻ പറയാം. നിയ, ദിയയുടെ ഉമ്മ സമ്മതിച്ചുട്ടോ. ദിയ, താങ്ക് യു ഡി. ഫെമി, ട്രെയിനിലാ കാറിലാ പോകുന്നത്? പൊന്നു, ട്രെയിനിൽ പോരെ. മിന്നു, മതി. നെജി, ടിക്കറ്റ് ഞാനെടുക്കാട്ടോ. വ്യാഴാഴ്ച രാവിലെ കയറിയാൽ വൈകുന്നേരം അവിടെ എത്തും.